4000-ലധികം വർഷം പഴക്കമുള്ള ഈജിപ്തിലെ ഒരു മമ്മി. ശാപങ്ങളുടെയും നിഗൂഢതകളുടെയും കഥകൾ ഉറങ്ങുന്ന ആ മമ്മിയെ കാണാൻ നമ്മൾ ഈജിപ്തിൽ പോകണോ? വേണ്ട. നമ്മുടെ ഇന്ത്യയിൽ ഇവിടെ കൊൽക്കത്തയിലുണ്ട് ഈ അത്ഭുതം. പക്ഷേ ഇതൊന്ന് കാണാൻ കൊൽക്കത്ത നാഷണൽ മ്യൂസിയത്തിൽ കയറിയ എനിക്ക് കാണേണ്ടി വന്നത് മറ്റൊരു വിചിത്രമായ കാര്യം. ഇന്നത്തെ വീഡിയോയിൽ ഇതെല്ലാം കാണാം. സ്റ്റേ വിത്ത് മീ. അതേപോലത്തെ ഒരു സാധനം ഞാൻ പെയിൻറ്റിങ്ങിന് ഉണ്ടാക്കാം. വാങ്ങിച്ച് ചോദിച്ചതിൻ്റെ പകുതീൻ്റെ വിലക്കാണ് ബാർഗൈൻ ചെയ്ത് എത്തിച്ചത്. എൻ്റെ അമ്മി, എന്നെ കൊണ്ട് പറ്റൂല. ലെറ്റ്സ് ടേക്ക് അനദർ ലെവൽ ഓഫ് ബാർഗൈനിങ് സ്കിൽസ് ടു ഡു ദാറ്റ്. അതായത് ഈ ബോഡി മസാജ് കേട്ടാൽ തന്നെ അതിന് നല്ല പേരൊക്കെ മാറി ചീത്തപ്പേര് വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെയാണ് ഒരു കാര്യം കാണിച്ചത്. ഇത് കണ്ടോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ മ്യൂസിയങ്ങളിൽ ഒന്നാണ്. ചരിത്രവും സംസ്കാരവും എല്ലാവർക്കും ഒരുപോലെ കാണാനുള്ളത്. പക്ഷേ കയ്യിലുള്ള പണം നോക്കി വിവേചനം ചെയ്യുന്നവരുടെ ഏറ്റവും വലിയ തെളിവാണ് ആ കാണുന്ന ബോർഡിൽ കാണുന്നത്. ഒരു ഫോട്ടോ എടുക്കാൻ ഏകദേശം 50 രൂപയാണ്. ഒരു വീഡിയോ എടുക്കാൻ, അതും ഫോൺ ക്യാമറയിൽ ഒരു വീഡിയോ എടുക്കാൻ ഏകദേശം 6000 രൂപയുടെ അടുത്ത്. അതായത് കയ്യിൽ പണമുള്ളവൻ മാത്രം വീഡിയോ എടുക്കുക എന്ന്. നരേന്ദ്രമോദി. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഇതിനൊരു പ്രതിഷേധമായി, അല്ലാതെ കയ്യിൽ കാശില്ലാത്തോണ്ടല്ല, ഇവിടുത്തെ ഫോട്ടോസ് മൊത്തം എടുത്ത് അതിനെ ഒട്ടിച്ചേർത്ത് ഒരു സ്റ്റോപ്പ് മോഷൻ വീഡിയോ ആക്കി ഒരു വീഡിയോ റിലീസ് ചെയ്യുമെന്ന് ഞാൻ തീരുമാനിച്ചു. അതാണ് നിങ്ങളെന്ന് കാണാം. ഈ ശില്പം കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഇന്ത്യയുടെ ആ ദേശീയ മുദ്രയല്ലേ. അതായത് മൊത്തം 4 എണ്ണം ഉണ്ട്. പക്ഷെ ഫോട്ടോയിൽ 3 എണ്ണം മാത്രം കാണുമ്പോൾ നമ്മുടെ പാസ്പോർട്ടിലും കോയിൻസിലൊക്കെയുള്ള ഇന്ത്യയുടെ മുദ്ര. ഈ മുദ്ര വരുന്നത് ഉത്തർപ്രദേശിലെ സാരനാഥിലുള്ള ഒരു അശോക സ്തംഭത്തിൽ നിന്നാണ്. എന്നാൽ ഈ മ്യൂസിയത്തിൽ ഇപ്പൊ കാണുന്നത് രാംപൂർവയിലുള്ള സ്തംഭത്തിന്റെ ഒരൊറ്റ സിംഹം മാത്രമാണ്. രണ്ടാണെങ്കിലും നിർമ്മിച്ച ആളുടെ ഉദ്ദേശം ഒന്ന് തന്നെയാണ്. ഇന്നത്തെ കാലത്ത് നമ്മുടെ രാജ്യക്കന്മാർക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ജനങ്ങളിലോട്ട് എത്തിക്കണമെങ്കിൽ ഒന്നെങ്കിൽ പ്രസ് കോൺഫറൻസ് ചെയ്യാം, അല്ലെങ്കിൽ മൻ കി ബാത്. പക്ഷേ അശോക ചക്രവർത്തിയുടെ സമയത്ത് ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം യൂസ് ചെയ്ത ഒരു സൂത്രപ്പണിയായിരുന്നു ഈ സ്തൂപകൾ. ആളുകൾ ഒത്തുകൂടുന്ന പ്രധാനപ്പെട്ട പാതകളിലും കവലകളിലും അദ്ദേഹം വലിയ സ്തൂപകൾ സ്ഥാപിച്ചു. ഇതിലോട്ട് ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി അതിന്റെ പുറത്ത് നല്ല കൊത്തുപണിയോടെയുള്ള ശില്പങ്ങളും വെച്ചു. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വാട്സാപ്പും ഇല്ലാത്ത കാലത്ത് ഇതൊക്കെയായിരുന്നു ജനങ്ങൾക്ക് കാണാൻ കൗതുകമുള്ള ഓരോ എന്റർടൈൻമെന്റ്. ഇതിൽ ആകർഷിക്കപ്പെട്ട ജനങ്ങൾ അങ്ങോട്ട് വരുമ്പോൾ ആ കാണുന്ന സ്തൂപയിൽ രാജാവിന് പറയാനുള്ള കാര്യങ്ങളെല്ലാം നല്ല വ്യക്തമായി കുത്തിവെച്ചു. പക്ഷെ ലിറ്ററസി കുറവായതുകൊണ്ട് ജനങ്ങൾക്ക് വായിക്കാൻ അറിയാത്തത് രാജാവിന്റെ ദൂതന്മാർ ഈ സ്തൂപത്തിന്റെ ചുവട്ടിൽ വന്ന് ആഴ്ചതോറും ഈ കാര്യങ്ങൾ ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്യും. അതായത് ഒരു പഴയ മൻ കി ബാത്ത് ആയ സ്തൂപകൾ. അശോക സ്തംഭങ്ങളുടെ മുകളിലുള്ള ശില്പങ്ങളെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് വിളിക്കാറ്. ബീഹാറിലെ റാംപൂർവയിൽ നിന്ന് ലഭിച്ച ആ ഒറിജിനൽ ലയൺ ക്യാപിറ്റലാണ് ഇവിടെയുള്ളത്. ഇതല്ലാതെ മറ്റു 2 ക്യാപിറ്റലുകളുടെ റെപ്ലിക്ക കൂടി ഇവിടെയുണ്ട്. ഇന്ത്യയുടെ ലോഗോ ആയിട്ടുള്ള സാരനാഥിലെ ലയൺ ക്യാപിറ്റലും അതേപോലെ റാംപൂർവയിൽ നിന്ന് തന്നെ ലഭിച്ച ഇന്ന് രാഷ്ട്രപതി ഭവനിലുള്ള ഒരു ബുൾ ക്യാപിറ്റലിന്റെ റെപ്ലിക്കയും ഇവിടെ. ചരിത്രത്തിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നു ഈ മ്യൂസിയത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ചയിലാണ്. നമ്മളൊക്കെ പെയിന്റിങ്ങുകൾ കണ്ണുകൾ കൊണ്ട് ആസ്വദിക്കുമ്പോൾ കാഴ്ചയില്ലാത്തവർ അതെങ്ങനെ ആസ്വദിക്കും? അതിനുള്ള മനോഹരമായ ഉത്തരമാണ് ഈ ഗാലറി. ഇവിടെ കാഴ്ചയില്ലാത്തവർക്കും ചിത്രങ്ങൾ കാണാം. പ്രശസ്തമായ ചിത്രങ്ങളെ അതേപടി ഒരു ഫ്രെയിമിനുള്ളിൽ സെമി 3D രൂപത്തിൽ തടിയും മറ്റു മെറ്റീരിയലും ഉപയോഗിച്ച് ഇവിടെ പുനർനിർമ്മിച്ചിരിക്കുന്നു. കാഴ്ച പരിമിതിയുള്ള ഒരാൾക്ക് അതിലൂടെ കൈകൾ ഓടിച്ച് ആ ചിത്രത്തിന്റെ ആഴവും ഭംഗിയും തൊട്ടറിഞ്ഞ് മനസ്സിലാക്കാം. വെറും ഒരു കാഴ്ച എന്നതിനപ്പുറം കലയെ എല്ലാവർക്കും തൊട്ടറിയാൻ പാകത്തിന് മാറ്റിയെടുത്ത ഒരു ഐഡിയ ശരിക്കും ഒരു മാസ്റ്റർ ക്ലാസ്.
നേതാജി ഇന്നുണ്ടായിരുന്നെങ്കിൽ സോണം വാങ്ചുക്കിന്റെ കൂടെ ഉണ്ടായ നേതാജിയും. കലയുടെ ലോകത്തിൽ നിന്ന് നേരെ നമ്മൾ കയറുന്നത് ഭീമാകാരന്മാരുടെ ഒരു നിഗൂഢ ലോകത്തിലോട്ടാണ്. നാച്ചുറൽ ഹിസ്റ്ററി വിഭാഗത്തിലെ ഈ ഹാളിലേക്ക് കയറിയാൽ നമ്മുടെ തലയ്ക്ക് മുകളിലായി ആകാശത്ത് ഒരു വലിയ കടൽ ജീവി നീന്തി നടക്കുന്നത് പോലെ തോന്നും. അതാണ് ഒരു ഭീമൻ തിമിംഗലത്തിന്റെ അസ്ഥികൂടം. അതിന്റെ തൊട്ടടുത്ത് ഇതാ കിടക്കുന്ന ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയായ നീലത്തിമിംഗലത്തിന്റെ കൂറ്റൻ തലയോട്ട്, ദ ബ്ലൂ വെയിൽ സ്കൾ. നമ്മൾ മനുഷ്യർ അതിന്റെ മുന്നിൽ എത്ര ചെറുതാണെന്ന് ഈ വിഷ്വൽ കണ്ടാൽ തന്നെ. അതല്ലാതെ ഒട്ടനവധി മൃഗങ്ങളുടെ അസ്ഥികൂടങ്ങളും ഭൂമിയുടെ കോടിക്കണക്കിന് വർഷത്തെ ജീവന്റെ ചരിത്രവും പേറി ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. നമസ്കാരം. ഈ കാണുന്ന വീഡിയോ എല്ലാം കുറച്ച് പഴയതാ. കാരണം എൻ്റെ എഡിറ്റ് ചെയ്യാൻ സമയമില്ല. എനിക്ക് പണിക്ക് പോകണം. ഇത്രയും കാലമായിട്ട് യൂട്യൂബ് ഒരു 50 പൈസ എനിക്ക് തന്നിട്ടില്ല. ഇതിന് കാരണം നിങ്ങളാണ്. വീഡിയോ കണ്ടാൽ മാത്രം പോരാ, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോ കുറച്ചും കൂടി സ്പീഡിൽ ഞാൻ എഡിറ്റ് ചെയ്യുന്ന ബാക്കി വീഡിയോ പോയി കാണാം. ഒടുവിൽ ഈ യാത്ര വന്നെത്തി നിൽക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ ആ നിഗൂഢതയുടെ മുന്നിലാണ്. ഒരു ഗ്ലാസ് കൂട്ടിനുള്ളിൽ കാലത്തെ തോൽപ്പിച്ച് കിടക്കുന്ന ഈജിപ്തിൽ നിന്നുള്ള ഒരു മനുഷ്യ ശരീരം. ആ കാഴ്ചയ്ക്ക് മുന്നിലുള്ള ആ ചെറിയ ബോർഡിലെ വരികൾ വെറും ഒരു വിവരണം മാത്രമായിരുന്നില്ല. അതൊരു കവിത പോലെ എൻ്റെ മനസ്സിലേക്ക് പെയ്തിറങ്ങിയത് ഇങ്ങനെയാണ്. ഒരു മരക്കൂട്ടിനുള്ളിൽ രൂപം കൊത്തിയ മറ്റൊരു മരം മൂടിയാൽ കാത്തു സൂക്ഷിക്കപ്പെട്ടവൻ. ആ മൂടി മാറ്റിവെക്കപ്പെട്ടപ്പോൾ ദാ ഒരു വശത്തായി അവൻ നിശബ്ദനായി കിടക്കുന്നു. ഇരുവശങ്ങളിലേക്കും ചേർത്ത് വെച്ച് കെട്ടപ്പെട്ട കൈകളാൽ നൂൽ തുണികൾ പൊതിഞ്ഞ ശരീരം. കാലം അവന്റെ മുഖത്തെ കാർന്നു തിന്നപ്പോൾ വെളുത്ത അസ്ഥികൾ മാത്രം ഇന്നു ബാക്കിയായി. അവന്റെ മുഖത്തിൽ നിന്നും മുഖം മൂടി ഊരിയിരിക്കുന്നു. അത് അവന്റെ നെഞ്ചിൽ വെച്ചിരിക്കുന്നു. ഏകദേശം 4000 വർഷങ്ങളുടെ പഴക്കവുമായി ഈജിപ്തിന്റെ മണ്ണിൽ നിന്നും ഇങ്ങ് കൊൽക്കത്തയിൽ എത്തി നിൽക്കുന്നു ഒരു മനുഷ്യായുസ്. പാർക്ക് സ്ട്രീറ്റിൽ കഴിഞ്ഞ തവണ 1-2 വർഷം മുന്നേ വന്നപ്പോഴാണ് ഞാൻ ലാസ്റ്റ് ട്രിങ്കാസ് കയറിയത്. അവിടെ ഇനിയും കാണാൻ കുറേ സാധനങ്ങളുണ്ട്, പക്ഷേ ഫോട്ടോ എടുത്ത് ഞാൻ ക്ഷണിച്ചു. ഈ കൊൽക്കത്ത സീരീസിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിക്കോ. ചേച്ചി ടേക്കിംഗ് കൊസോസ് ഫോട്ടോ. കൊൽക്കത്ത എയർപോർട്ടിലെത്തി. ഇനി ഒന്ന് ചെന്നൈ ടു കൊൽക്കത്ത ബിരിയാണി കഴിക്കാൻ സമയം കിട്ടിയില്ല. അവസാനം ഊതുന്ന ഓർഡർ ചെയ്ത് എയർപോർട്ടിലെത്തി. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ അല്ല, ചാനൽ. കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കും.